ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ സീസിറ്റി മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുത്തത് CSET പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൽ ചാപ്റ്റർ 1 ഏൻഷ്യൻ്റ് ഹിസ്റ്ററി ആൻഡ് കൾച്ചറിലെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി അല്ലെ ഹർഷവർദ്ധന AD 606 to 646 നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ കുറേ ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിരുന്നു, കാരണം അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞ വീഡിയോ. പിന്നെ ഹർഷവർദ്ധനാസ് AD 606 to 646 ടേബിൾ 1.5 സ്റ്റേറ്റ്സ് ആൻഡ് ദർ ക്യാപിറ്റൽസ് അണ്ടർ വർദ്ധനാസ്. അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് 33 എന്ന് പറഞ്ഞിട്ട് ചേരാസ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്, കൊടുങ്ങല്ലൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ താഴെയുള്ള ഭാഗമാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഈ വീഡിയോയിൽ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാണ്, അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മൈക്ക് ഓഫായി പോയിരുന്നു ലാസ്റ്റ് ഭാഗത്ത്. അപ്പോൾ നമ്മൾ സിലബസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിലായിരുന്നു മൈക്ക് ഓഫായി പോയത്. അപ്പോൾ ഒരുപക്ഷെ മൈക്ക് ഓഫായി പോയാൽ തന്നെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒരിക്കലും മറക്കരുത്. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം. കാരണം നമ്മൾ ചിലപ്പോൾ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും വീഡിയോ എടുക്കുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടൈമിൻ്റെയൊക്കെ വ്യത്യാസത്തിൽ, ഒരു 5 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിച്ച കാര്യം പറയാൻ പറ്റാതെ പോകുന്നത്. അപ്പം നമ്മൾ ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിരിക്കും സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഒരിക്കലും മറക്കരുതെന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് പറയണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഉള്ള മനസ്സുണ്ടാവണം ദയവായിട്ട്. എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ ക്ലാസ് എടുക്കുന്നത് ഒരു കാര്യം കൂടി പറയാണ്, വേറെ ഒന്നുമല്ല. നമ്മൾക്ക് ഒരുപാട് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. അപ്പോൾ കവർ ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മൈക്ക് അധികം ചില ടൈമിലാണെങ്കിൽ പോലും നമുക്കധികം അതിൻ്റെ ചാർജ് അധികം നമ്മൾ എന്താ പറയുക അവസാനിക്കുന്ന വരെ തന്നെ ക്ലാസ് എടുക്കുന്നുള്ള രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അവസാനിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ബുക്കിൻ്റെ ഒരു അവസ്ഥ ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് സെറ്റ് ചെയ്ത് പോകുന്നത്. ഇവിടെയും ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് നല്ലൊരു പ്രാധാന്യം തന്നെ ഉണ്ടെന്ന് പറയാം. കാരണം നമ്മൾ മൈക്ക് ഓഫായി പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെ പറഞ്ഞു എന്തു പറഞ്ഞു എന്നുള്ള നമുക്ക് പറയാനാവില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ രീതിക്ക് അങ്ങ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നി. അപ്പം നമുക്ക് ഈ രീതി തന്നെയാണ് സ്വീകരിക്കുന്നത് നല്ലത്. കാരണം നിങ്ങൾക്ക് അതാവുമ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും. എന്തൊക്കെ തന്നെയാലും വീഡിയോയിൽ എന്താ പറയുക സൗണ്ട് ഉണ്ടാവുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാമല്ലോ. എന്നാലേ നമ്മുടെ ഒരു വീഡിയോനൊരു ക്വാളിറ്റിയും കാര്യമൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വീഡിയോൻ്റെ തുടക്കമാണെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ടാണെങ്കിലും ഏറ്റവും പെർഫെക്റ്റായ രീതിയിൽ ചെയ്താലാണ് ഒരു വീഡിയോ നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളൊരു വിശ്വാസം കൂടിയാണ് എൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ പറയാനുണ്ട്. അതുകൊണ്ട് കുറച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞെന്നുള്ളൂ. നമ്മുടെ വീഡിയോ ഡ്രോബാക്സ് അത്യാവശ്യമൊക്കെ ഉണ്ട്, തെറ്റുകളൊക്കെ ഉള്ള വീഡിയോ തന്നെയാണ്. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് പറ്റാവുന്ന പോലെ നമ്മളത് തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രീതിയിലേക്ക് അത്യാവശ്യം എന്താ പറയുക അത്യാവശ്യം പെർഫെക്റ്റായ രീതിയിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത്രയ്ക്കും വന്നില്ലെങ്കിൽ പോലും എന്തായാലും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമുക്ക് തുടങ്ങാം. ഇനി ഞാൻ ഒരുപാട് പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരുപാട് അങ്ങ് പറഞ്ഞു പോവും. അപ്പം നമ്മൾ പറയുന്നത് ഹർഷവർദ്ധന AD 606 to 646 നമ്മൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിലോ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചെന്നുള്ളൂ നിങ്ങളാ. ടേബിൾ 1.5 സ്റ്റേറ്റ്സ് ആൻഡ് ദർ ക്യാപിറ്റൽസ് അണ്ടർ വർദ്ധനാസ്. 33 നിങ്ങൾക്ക് അറിയാം, വീഡിയോയിൽ നോക്കിയാൽ അറിയാം. 33 ചേരാസ്, കൊടുങ്ങല്ലൂർ. നിങ്ങൾ എന്തായാലും കഴിഞ്ഞ വീഡിയോ ഒക്കെ വാച്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പറയാം അഡ്മിനിസ്ട്രേഷൻ ആണ് തുടങ്ങുന്നത്. അഡ്മിനിസ്ട്രേഷൻ ഹർഷ ചരിത ബൈ ബാന ആൻഡ് ബയോഗ്രഫി ഓഫ് ദ ചൈനീസ് ട്രാവലർ ഹുയാൻസാങ് ബൈ
Huili throw light on the Harshavardhana's reign. Harshavardhan personally supervised all business in the state. The empire was divided into provinces called Buktis and put under the charge of governors called the Buktis. Buktis were further subdivided into districts called Vaishyas, Texils or Padaks, and villages or Gramas. A large army was maintained during his reign. The tax levied by him was a convenient 1/6 of the produce. Administration. Harsha Charita by Bana and biography of the Chinese traveler Huansang by Huili throw light on the Harshavardhana's reign. Harshavardhan personally supervised all business in the state. The empire was divided into provinces called Buktis and put under the charge of governors called the Buktis. Buktis were further subdivided into districts called Vaishyas, Texils or Padaks, and villages or Gramas. A large army was maintained during his reign. The tax levied by him was a convenient 1/6 of the produce. ഇനി നമുക്കൊരു മാപ്പാണ് പറയാനുള്ളത്. മാപ്പ് 1.9 ഹർഷവർധനാസ് കിങ്ഡം. മാപ്പ് 1.9 ഹർഷവർധനാസ് കിങ്ഡം. ഒരു പേന വെച്ചിട്ട് ടച്ച് ചെയ്ത് നമ്മൾ പറയണം. കാശ്മീർ, കാശ്മീർ, ഗാന്ധാർ, ഗാന്ധാർ, കാശ്മീർ, കാശ്മീർ, ഗാന്ധാർ, ഗാന്ധാർ, കാശ്മീർ, കാശ്മീർ, ഗാന്ധാർ, ഗാന്ധാർ, വിറ്റാസ്ത, 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 ജലന്ധർ, 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 സിന്ധു, സിന്ധു, വിപാസ, 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 തനീസർ, 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 ഇന്ദ്രപ്രസ്ഥ, 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 മധുര, 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 കാനോജ്, 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 ഹിമാലയാസ്, ഹിമാലയസ്, ബ്രഹ്മപുത്ര, ഗംഗ, ഗംഗ, യമുന, യമുന, കാശി, കാശി, പാടലിപുത്ര, പാടലിപുത്ര, ദാസപ്രിയ, 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 സാഞ്ചി, 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 പ്രയാഗ, 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 നളന്ദ, 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 ഉജ്ജയിൻ, ഉജ്ജയിൻ, ബരൂക്കാച്ച, 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 വിഡീസ, വിഡീസ, പ്രയാഗ, പ്രയാഗ, നളന്ദ, നളന്ദ, താമ്രലപ്തി, 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 സൗരാഷ്ട്ര, സൗരാഷ്ട്ര, കാമരൂപ, കാമരൂപ, പൂണ്ട്ര, പൂണ്ട്ര, വർധന, വർധന, കാർണ, കാർണ, സുവർണ, 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 താപ്തി, നർമ്മദ, താപ്തി, താപ്തി, നർമ്മദ, താമ്രലപ്തി, മഹാനദി, മഹാനദി, താപ്തി, താപ്തി, നർമ്മദ, നർമ്മദ, മഹാനദി, മഹാനദി, സുബാരക, 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 അജന്ത, 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 എലോറ, 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 സുബാരക, സുബാരക. മാപ്പ് 1.9 ഹർഷവർധനാസ് കിങ്ഡം. ഇനി നമുക്ക് ഒരാഴ്ച പറയാം. മാപ്പ് 1.9 ഹർഷവർധനാസ് കിങ്ഡം. കാശ്മീർ, 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 ഗാന്ധാർ, 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 വിറ്റാസ്ത, 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 ജലന്ധർ, 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 സിന്ധു, 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 വിഭാസ, 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 തനേശ്വർ, തനേശ്വർ, ഇന്ദ്രപ്രസ്ഥ, ഇന്ദ്രപ്രസ്ഥ, മധുര, 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 കാനൂജ്, കാനൂജ്, ഹിമാലയസ്, ഹിമാലയസ്, ബ്രഹ്മപുത്ര, ബ്രഹ്മപുത്ര, കാനൂജ്, കാനൂജ്, ഗംഗ, ഗംഗ, യമുന, യമുന, കാശി, കാശി, പാടലിപുത്ര, പാടലിപുത്ര, ദാസപ്യു, 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 യമുന, 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 സാഞ്ചി, സാഞ്ചി, ദാസപ്യു, ദാസപ്യു, സാഞ്ചി, സാഞ്ചി, പ്രയാഗ, 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 നളന്ദ, 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 ഉജ്ജയിൻ, 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 വല്ലഭി, 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 ഉജ്ജയിൻ, 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 ബാരൂക്കാച്ച, 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 വിഡീസ, വിഡീസ, വിഡീസ,
പ്രയാഗ പ്രയാഗ പ്രയാഗ, നളന്ദ നളന്ദ നളന്ദ, താമ്രലപ്തി താമ്രലപ്തി താമ്രലപ്തി, കാമരൂപ കാമരൂപ കാമരൂപ, പുണ്ട്ര പുണ്ട്ര പുണ്ട്ര, വർധന വർധന വർധന, കാർണ കാർണ കാർണ, സുവർണ സുവർണ സുവർണ, താമ്രലിപ്തി താമ്രലിപ്തി താമ്രലിപ്തി, വല്ലഭി വല്ലഭി വല്ലഭി, ബാരൂക്കാച്ച 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 ബാരൂക്കാച്ച, വിഡീസ വിഡീസ വിഡീസ, താമ്രലിപ്തി താമ്രലിപ്തി താമ്രലിപ്തി, കാമരൂപ കാമരൂപ, പുണ്ട്ര പുണ്ട്ര, വർധന വർധന, കർണ കർണ, സുവർണ സുവർണ, സ്വരാഷ്ട്ര സ്വരാഷ്ട്ര സ്വരാഷ്ട്ര, വല്ലഭി 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 വല്ലഭി, സ്വരാഷ്ട്ര സ്വരാഷ്ട്ര സ്വരാഷ്ട്ര, താപ്തി താപ്തി താപ്തി, നർമ്മദ നർമ്മദ, അജന്ത അജന്ത, എലോറ എലോറ, മഹാനദി മഹാനദി, സുബാരക സുബാരക സുബാരക. അപ്പം മാപ്പ് 1.9 ഹർഷവർദ്ധനാസ് കിങ്ഡം. അപ്പം ജസ്റ്റ് ഈ മാപ്പ് ഒന്ന് കാണിക്കണം, ഒന്ന് ഓർത്ത് വയ്ക്കാം മനസ്സിൽ. പിന്നെ അടുത്തത് വരുന്നത് അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇക്കണോമി ഇക്കണോമി ഇക്കണോമി. ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വേർ ലാൻഡ് ടാക്സസ് ആൻഡ് റവന്യൂ paid by kings whose land had been conquered. The economy. The main source of income were land taxes and revenue paid by kings whose land had been conquered. Soldiers were also sent by them when the emperor had to fight a war. ഇനി അടുത്തത് religion. Harshavardhana was initially Hindu but later on converted to Buddhism. He was, however, tolerant towards all religions. He patronized both Hinduism and Buddhism. He held many religious conferences, and among them the most significant were the Kanuj Conference and the Prayaga Conference, in which all religions were given equal importance. He sent a Brahmin priest as an ambassador to the Chinese king and welcomed Ban Hu Itzi, an ambassador of Chinese king, in his court. Religion. Harshavardhana was initially Hindu but later on converted to Buddhism. He was, however, tolerant towards all religions. He patronized both Hinduism and Buddhism. He held many religious conferences, and among them the most significant were the Kanuj Conference and the Prayaga Conference, in which all religions were given equal importance. He sent a Brahmin priest as an ambassador to the Chinese king and welcomed Wang Hui Itzi, an ambassador of Chinese king, in his court. At the social. There was no Urdang system, but Sadi was prevalent. The government used to adequately support all public welfare causes and adopted measures to keep people happy. Social. There was no Urdang system, but Sadi was prevalent. The government used to adequately support all public welfare causes and adopted measures to keep people happy. Hospitals and rest houses were built in good numbers to help sick and poor people and travelers. The Nalanda University was patronized by the king, and a fixed amount of funds were deposited with the university administrators to carry out the proper functioning of the university. ഇപ്പോൾ സോഷ്യൽ പറഞ്ഞു. പിന്നെ ലിറ്ററേച്ചർ. Harshavardhana had a profound interest in literature and administration. A prominent Chinese traveler, Huansang, who stayed in India during the reign of Harshavardhana, wrote a detailed account on India as it was at that time. He described Indians as hot-tempered but honest, and observed that there was no death sentence. He described Indians as hot-tempered but honest, and observed that there was no death sentence. He studied at Nalanda, a Buddhist university, and
a famous center of Buddhism, which flourished during Harshavardhana's period. He stayed in India for 8 years, AD 635 to 404. Sorry, India for 8 years, AD 635 to 643. Another Chinese traveler, Huyangshan, wrote Sauki, a record of the Western Kingdom, India for 8 years, AD 635 to 643. Another Chinese traveler, Huyangchang, wrote Siyuki, a record of the Western Kingdom, which also descended Harsha's reign. Banabhata, one of the four poets of Harshavardhana, wrote Harsha Charita, a biography of the king. The history of Harshavardhana is reconstructed from a study of these two works. Bana also wrote Kadambari and Chandi Shataka. Bana also wrote Kadambari and Chandi Shadaka. Bana also wrote Kadambari and Chandi Shadaga. Bana also wrote Kadambari and Chandi Shadaga, but Harshajarida is the most prominent of them all. Haridatta, Siddhasana, Madanga Divakara, Haridatta, Siddhasana, Haridatta, Siddhasana, Madangadi Vakara, Madangadi Vakara, Madangadi Vakara, Mayura, another of Surya Shadagam. Haridatta Siddhasana, Madangadi Vakara. Haridatta Siddhasana, Madangadi Vakara, Mayura, another of Surya Shadagam, and Bhartruhari. Bhartruhari, who wrote Bhartruhari Shadagam, are prominent literary figures of this era. Haridatta Siddhasana, Madangadi Vakara, Mayura, author of Surya Shadagam, and Bhartruhari, who wrote Bhartruhari Shadagam, are prominent literary figures of this era. Haridatta Siddhasana, Madangadi Vakara, Mayura, author of Surya Shadagam, and Bhartruhari, who wrote Bhartruhari Shadagam, are prominent literary figures of this era. Haridatta Siddhasana, Madangadi Vakara, Mayura, author of Surya Shadagam, and Bhartruhari, who wrote Bhartruhari Shadagam, are prominent literary figures of this era. The latter penned various drama. Prominent among them are Tarna Valley, Nagan Nadan, Naganadan, and Priyadarshika, which were considered to be of very high standard by the Chinese traveler I.T. Singh. In his accounts on India, I.T. Singh had visited India sometime after the death of Harsha. The latter penned various drama. Prominent among them are Tarnavali, Nagananadan, and Priyadarshika, which were considered to be of very high standard by the Chinese traveler I.T. Singh. In his accounts on India, I.T. Singh had visited India sometime after the death of Harsha. The latter penned various drama. Prominent among them are Tarnavali, Nagananadan, and Priyadarshika.
The later painted various drama. Prominent among them are Tarnavali, Nagananadan, and Priyadarshika, which were considered to be of very high standard by the Chinese traveler I.T. Singh in his accounts on India. I.T. Singh had visited India sometime after the death of Harsha. ഇപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് നല്ല പോലെ. ഇപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാര്യമായിട്ട് വന്നുകൊണ്ട് തന്നെ ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയാണ്. എന്തായാലും ഈ വേർഡ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റ് വരും എന്നുള്ളത് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്പോട്ടിൽ തന്നെ. അപ്പം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ചില വേർഡ്സുകൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുത്ത് പറയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഞാൻ പറയാറുണ്ട് മുന്നത്തെ വീഡിയോയിലൊക്കെ നിസ്സാര വേർഡ്സുകൾ നമ്മൾ തെറ്റി പറയാറുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു വേർഡ്സ് പോലും CCT എന്നുള്ള രീതിയിൽ തെറ്റി വരാൻ പാടില്ല. അതുകൊണ്ട് പറയണമെന്നുള്ളൂ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ വേർഡ്സുകളൊക്കെ. ഈ ലാസ്റ്റ് എന്താ പറയുക കൊടുത്തേക്കണ വേർഡ്സുകളൊക്കെ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തായാലും നല്ല വേർഡ്സ് ആണ് അതൊക്കെ. ഒരുപാട് ടഫ് ഒന്നും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് പറയാൻ കുറച്ച് ടഫാണ്, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈസി ആയിരിക്കാം. എന്തായാലും അത്യാവശ്യം വെറൈറ്റിയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമുക്ക് കഴിഞ്ഞ നമ്മൾ തുടക്കം പറഞ്ഞിരുന്നു, അതിൽ തന്നെ ഒരു ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയിരുന്നു, അത് നോക്കാം. നമ്മൾ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞു, ഇക്കണോമി, റിലീജിയൻ, സോഷ്യൽ, ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൽ റിലീജിയൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ നേരത്തെ പിന്നെ പറയാനുള്ള രീതിയിൽ ചെയ്തിരുന്നതാണ്. ഈ ടോപ്പിക്ക് പറയാനുണ്ട് ഈ ഭാഗത്തിൽ, അതോടെ ഇവിടെ അവസാനിക്കുകയാണ്. ഈ പുതിയ ടോപ്പിക്കാണ് പറയാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം റിലീജിയൻ. റിലീജിയൻ Buddhism no longer received royal patronage. Jainism remained unchanged and continued to be supported by the merchant communities of Western India. Christianity remained confined to the religion of Malabar. In Hinduism, the image emerged as the center of worship and encouraged bhakti, devotional worship rather than sacrifice. Buddhism no longer received royal patronage. Jainism remained unchanged and continued to be supported by the merchant communities of Western India. Christianity remained confined to the region of Malabar. In Hinduism, the image emerged as the center of worship and encouraged bhakti, devotional worship rather than sacrifice. In Hinduism, the image emerged as the center of worship and encouraged bhakti, devotional worship rather than sacrifice. In Hinduism, the image emerged as the center of worship and encouraged bhakti, devotional worship rather than sacrifice. ഇപ്പോൾ റിലീജിയനാണ് നമ്മൾ പറഞ്ഞത്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചെറിയ ടോപ്പിക്കാണ്. ഈ സൈഡ് ടോപ്പിക് ഉണ്ട് ഏൻഷ്യൻ്റ് മിഡീവൽ ഇറാസ് എന്ന് പറഞ്ഞിട്ട്, അത് നമുക്ക് പിന്നെ പറയാം. കാരണം അത് അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്, രജപുത്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പറയുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് നോക്കാം. ദ രജപുട്സ് AD 650 to 1200. ദ രജപുട്സ് AD 650 to 1200. After Harshavardhana, the Rajaputs emerged as a powerful force in western and central India and dominated the Indian political scene for nearly 500 years from the 7th century. After Harshavardhana, the Rajaputs emerged as a powerful force in western and central India and dominated the Indian political scene for nearly 500 years from the 7th century. They emerged from the political chaos that surfaced after the death of Harshavardhana. Out of the political disarray prevalent in North India, the Rajputs choked out the small kingdoms of Gujarat and Malwa. After Harshavardhana, the Rajputs emerged as a powerful force in western and central India and dominated the Indian political scene for nearly 500 years from the 7th century. They emerged from the political chaos that surfaced after the death of Harshavardhana. Out of the political disarray prevalent in North India, the Rajputs choked out the small kingdoms of Gujarat and Malwa. From the 8th to 12th century, they struggled to keep themselves independent. But as they grow bigger, the
infighting made them brittle. They fell prey to the rising domination of the Muslim invaders. They fell prey to the rising domination of the Muslim invaders, among them the Gujara of Pradihara. Among them the Gujara of Pradihara, the Gahadwals of Kanuji, the Kalachuris of Kedi, the Chauhans of Ajmer, the Solankis of Gujarat, and the Galiotas of Mewar are important. Gahiliotas of Mewar are important. Among them the Gujara of Pradihara, the Gehadwals of Kanuji, the Kalachuris of Kedi, the Chauhans of Ajmer, the Solankis of Gujarat, and the Guhilots of Mewar are important. Among them the Gujara of Pradihara, the Gahadwals of Kanuji, the Kalachuris of Kedi, the Chauhans of Ajmer, the Solankis of Gujarat, and the Guhilotas of Mewar are important. Guhilotas of Mewar are important. The first Gujara Pradihara ruler was Nagabhatta. First, he was the ruler of Avanti in AD 650. The kings who succeeded him were Vastu Raja, AD 775 to 860. Vastu Raja, AD 775 to 860. Mihira Bhoja, AD 836 to 885. Mihira Bhoja, AD 836 to 885. Mahindra Pala, first, AD 886 to 910. Mahipala, AD 912 to 944. Rajyapala, AD 944 to 948. The later kings became weak and the kingdom began to deteriorate. The first Gujara Pradihara ruler was Nagabhatta first. He was the ruler of Avanti in AD 650. The kings who succeeded him were Vastu Raja, AD 775 to 860. Mihira Bhoja, AD 836 to 885. Mahindra Pala first, AD 886 to 910. Mahipala, AD 912 to 944. Rajyapala, AD 944 to 948. The later kings became weak and the kingdom began to deteriorate. The first Gujara Pradihara ruler was Nagabhatta first. He was the ruler of Avanti in AD 650. The kings who succeeded him were Vastu Raja, AD 775 to 860. The first Gujara Pradihara ruler was Nagabhatta first. He was the ruler of Avanti in AD 650. The kings who succeeded him were Vastu Raja, AD 775 to 860. Mihira Bhoja, AD 836 to 885. Mahindra Pala first, AD 886 to 910. Mahipala, AD 912 to 944. Rajyapala, AD 944 to 948. The later kings became weak and the kingdom began to deteriorate. The first Gujara Pradihara ruler was Nagabhatta first. The first Gujara Pradihara ruler was Nagabhatta first. He was the ruler of Avanti in AD 650. The kings who succeeded him were Vastu Raja, AD 775 to 860. Mihira Bhoja, AD 836 to 885. Mahindra Pala first, AD 886 to 910. Mahipala, AD 912 to 944. Rajyapala, AD 944 to 948. The later kings became weak and the kingdom began to deteriorate. After the Pradiharas, the
Gahadevalas of Kanuj surfaced during AD 1085 under King Chandradeva. After the Pradhiharas, the Gahadevalas of Kanuj surfaced during AD 1085 under King Chandradeva. After the Pradhiharas, the Gahadevals of Kanuj surfaced during AD 1085 under King Chandradeva. After the Pradhiharas, the Gahadevalas of Kanuj surfaced during AD 1085 under King Chandradeva. He died in AD 1100, and his son Madanapala came to power. He died in AD 1100, and his son Madanapala came to power. Madanapala was repeatedly harassed by Mausad III, kings of Ghazni, but it was his son Govindachandra drove Masad III out of India. Lakshmi Dhara, a scholar, author of Kritya Kalpadaru, was a minister in his court. In AD 1154, Govindachandra made in his son Vijayachandra the king. King Jayachandra was a son of Vijayachandra. Kanauj was later destroyed by Muhammad Ghori in AD 1192. After the Pradhiharas, the Gahadevalas of Kanuj surfaced during AD 1085 under King Chandradeva. He died in AD 1100, and his son Madanapala came to power. Madanapala was repeatedly harassed by Mausad III, king of Ghazni, but it was his son Govindachandra drove Mausad III out of India. Lakshmi Dhara, a scholar, author of Kritya Kalpadaru, was a minister in his court. In AD 1154, Govindachandra made his son Vijayachandra the king. King Jayachandra was a son of Vijayachandra. Kanuj was later destroyed by Muhammad Ghori in AD 1192. Chandela's kingdom was founded by Yashovarma of Chandel in the region of Bajega Bhutiga. Chandel's kingdom was founded by Yashovarma of Chandel in the region of Bajega Bhutiga, later came to be known as Budelkhand. Chandela's kingdom was founded by Yashovarma of Chandel in the region of Bajega Bhutiga, later came to be known as Budelkhand. Their capital was Mahoba. Their prominent kings were Danga and Kridivarma. The prominent kings were Danga and Kridivarma. The last ruler from this dynasty merged with Prithviraj Chauhan in AD 1182. Kridivarma, the Chandela ruler, defeated the Chedi ruler in the 11th century. Later, Lakshmana Raja emerged as a powerful Chedi Rajput ruler. His kingdom was located between the Godavari and Narmada, and his capital was Tribula near Jabalpur. Like Kanuj, Malwa was symbol of Rajaputana power. Like Kanuj, Malwa was symbol of Rajaputana power. Krishna Raja, also called King Ubendra, founded this kingdom. Their capital was Dhara. Like Kanuj, Malwa was symbol of Rajaputana power. Krishna Raja, also called King Ubendra, founded this kingdom. Their capital was Dhara. The prominent kings from this dynasty were Vakpadiraju Munjana II, Bhoja first,
Bhoja II in Malwa. The Parmars ruled and the most famous of them was King Bhoja. Like Kanuj, Malwa was symbol of Rajputana power. Krishna Raja, also called King Ubendra, founded this kingdom. Their capital was Dara. The prominent kings from this dynasty were Vagbati Raju, Munjana II, Bhoja I, Bhoja II, Vagbati Raju, Munjana II, Bhoja I, Bhoja II. In Malwa, the Parmaras ruled and the most famous of them was King Bhoja. The Chauhans were an important clan of the Rajputs. They ruled in Ajmer and Sambar. The Chauhans were an important clan of the Rajputs. They ruled in Ajmer and Sambar. The Chauhans were an important clan of the Rajputs. They ruled in Ajmer and Sambar. The Ajmer Rajputs left a significant mark on Indian history. Among the Ajmer Chauhans, Vigraha Raja IV and Prithviraj were the most prominent. Vigraha Raja is remembered for conquering Delhi and defeating Toramana. Prithviraj Chauhan ruled over Delhi and Agra and fought two important battles. Prithviraj Chauhan ruled over Delhi and Agra and fought two important battles. The first battle of Tarain, found in AD 1191 between the forces of Prithviraj Chauhan and Muhammad Ghori, in which the latter was defeated, and the second battle of Tarain. Second battle of the Tarain. The first battle of Tarain, 14 AD 1191 between the forces of Prithviraj Chauhan and Muhammad Ghori, in which the latter was defeated, and the second battle of Tarain, 14 AD 1192, when Muhammad Ghori again invaded India, in which Prithviraj Chauhan was defeated, captured, and later on slain. The kingdom of Delhi fell to Muhammad Ghori. The battles of Tarain had great significance in the Indian political scene as they led to the establishment of Muslim rule over North India and subsequently in the South for several centuries. Jaichand Raidwar was the last Rajput king who was also defeated and killed by Ghori in AD 1194. The Chauhans were an important clan of the Rajputs. They ruled in Ajmer and Sambar. The Chauhans were an important clan of the Rajputs. They ruled in Ajmer and Sambar. The Ajmer Rajputs left a significant mark on Indian history. Among the Ajmer Chauhans, Vigraha Raja IV and Prithviraj were the most prominent. Vigraha Raja is remembered for conquering Delhi and defeating Toramana. Prithviraj Chauhan ruled over Delhi and Agra and fought two important battles. The first battle of Tarain. The first battle of Tarain, fought in AD 1191 between the forces of Prithviraj Chauhan and Muhammad Ghori, in which the latter was defeated, and the second battle of Tarain, fought in AD 1192 when Muhammad Ghori again invaded India, in which Prithviraj Chauhan was defeated, captured, and later on slain. The kingdom of Delhi fell to Muhammad Ghori. The battles of Tarain had great significance in the Indian political scene as they led to the establishment of Muslim rule over North India and subsequently in the South for several centuries. The Battle of Tarain had great significance in the Indian political scene as they led to the establishment of Muslim rule over North India and subsequently in the South for several centuries. The Battle of Tarain had great significance in the Indian political scene as they led to the establishment of Muslim rule over North India and subsequently in the South for several centuries. Jaichand Raidwar
Jaychandur Raidwar was the last Rajput king who was also defeated and killed by Gauri in AD 1194. Jaychandur Raidwar was the last Rajput king who was also defeated and killed by Gauri in AD 1194. The Meva Rajput dynasty was founded by Sri Guhadatan. The Mewar Rajput dynasty was founded by Sri Guhadatan. Its capital was Chittoor. Shaktamara was their most powerful ruler. The contribution of his successor Chaitra Simha. Simha is also. The Mewar Rajput dynasty was founded by Sri Guhadatan. Its capital was Chittoor. Shaktamara was their most powerful ruler. The contribution of his successor Chaitra Simha is also considerable, as he is remembered as the only Rajput who gave a death blow to the Muslim invasions. His son Ratna Simha succeeded him as king of Mewar, whose queen Rani Padmini was a woman of awesome beauty. The Muslim ruler Alauddin Khalji. Was besotted by her beauty, and in an attempt to capture her, he besieged Mewar. The Muslim ruler Alauddin Khalji was besotted by her beauty, and in an attempt to capture her. The Muslim ruler Alauddin Khalji was besotted by her beauty, and in an attempt to capture her, he besieged Mewar. Other notable rulers from this clan are Rana Sangram, Rana Pratap Singh, and Rana Raj Singh. But all of them were dominated by the Mughal rulers who had set their feet firmly in the Indian soil by that time. Other notable rulers from this clan are Rana Sangram, Rana Pratap Singh, and Rana Raj Singh. But all of them were dominated by the Mughal rulers who had set their feet firmly in the Indian soil by that time. Other notable rulers from this clan are Rana Sangram, Rana Pratap Singh, and Rana Raja Singh. But all of them were dominated by the Mughal rulers who had set their feet firmly in the Indian soil by that time. Malwa was the most important Rajput kingdom. Rana Kumbha was the famous ruler of this state. He defeated Muhammad Khalji and erected the Tower of Victory in Chittoor. The Pala kings ruled in Bihar, and the Sena kings ruled in Bengal. Malwa was the most important Rajput kingdom. Rana Kumbha was the famous ruler of this state. He defeated Muhammad Khalji and erected the Tower of Victory in Chittoor. The Pala kings ruled in Bihar, and the Sena kings ruled in Bengal. Malwa was the most important Rajput kingdom. Rana Kumbha was the famous ruler of this state. Malwa was the most important Rajput kingdom. Rana Kumbha was the famous ruler of this state. He defeated Muhammad Khalji and erected the Tower of Victory in Chittoor. The Pala kings ruled in Bihar, and the Sena kings ruled in Bengal. The Rajputs AD 650 to 1200 ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു സൈലന്റ് ടോപ്പിക് നമ്മൾ നേരത്തെ വിട്ടിരുന്നു, അത് നോക്കാനുണ്ട്. പിന്നെ ഒരു കാര്യം പറയണത്, രജപുട്സ് AD 650 to 1200 അത്യാവശ്യം നല്ല വേർഡ്സ് ഉണ്ട്, അത്യാവശ്യം വെറൈറ്റി വേർഡ്സ് ആണ്. അപ്പോൾ ആ വേർഡ്സുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം.
ടഫ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് ടഫ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു പ്രത്യേക തരത്തിലുള്ള വേർഡ്സ് ഒക്കെയാണ്, നമുക്ക് തെറ്റ് പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ക്ഷമ ചോദിച്ചു പോകുന്നത് ടോപ്പിക്കുകളൊക്കെ. ഈ വേർഡ്സുകൾ ശ്രദ്ധിക്കുക. എന്തായാലും ഈ ബ്ലാക്ക് കളറിൽ കൊടുത്തേക്കുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നല്ല പറഞ്ഞുള്ളൂ, നല്ല വേർഡ്സുകളൊക്കെയാണ്, സെൻറ്റൻസും ഒക്കെ. അപ്പോൾ ദയവേതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇനി നമുക്ക് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ രജപുട്ട് കിങ്ഡംസ് ഉണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണ് നമുക്കിനി നോക്കാനുള്ളത്. നോക്കാം. ഏൻഷ്യന്റ് മിഡീവൽ ഇറാസ്. ബുദ്ധ സാമ്പാട്ട് 544 BC. ബുദ്ധ സാമ്പാട്ട് 544 BC. മഹാവീര സാമ്പാട്ട് 528 BC. വിക്രം സാമ്പാട്ട് 57 BC. ചന്ദ്രഗുപ്ത. ശക സാമ്പാട്ട് AD 78. വിക്രമാദിത്യ. ഗുപ്ത സാമ്പാട്ട് AD 319. ചന്ദ്രഗുപ്ത ഫസ്റ്റ്. വല്ലഭി സാമ്പാട്ട് AD 319. കാൽച്യൂറി സാമ്പാട്ട് AD 248. ഇസ്ബാർ സേന. ഹർഷ സാമ്പാട്ട് AD 606. ഹർഷവർദ്ധനൻ. ഹിജാറി സാമ്പാട്ട് AD 622. പ്രോഫേറ്റ് മുഹമ്മദ്. ലക്ഷ്മൺ സാമ്പാട്ട് AD 1190. ലക്ഷ്മണസേന ഓഫ് ബംഗാൾ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ബുദ്ധ സാമ്പാട്ട് 544 BC. മഹാവീര സാമ്പാട്ട് 528 BC. വിക്രം സാമ്പാട്ട് 57 BC. ചന്ദ്രഗുപ്ത. ശക സാമ്പാട്ട് AD 78. വിക്രമാദിത്യ. ഗുപ്ത സാമ്പാട്ട് AD 319. ചന്ദ്രഗുപ്ത ഫസ്റ്റ്. വല്ലഭി സാമ്പാട്ട് AD 319. കൽച്യൂറി സാമ്പാട്ട് AD 248. ഇസ്ബാർ സേന. ഹർഷ സാമ്പാട്ട് AD 606. ഹർഷവർദ്ധൻ. ഹിജാരാജ് സാമ്പാട്ട് AD 622. പ്രോഫറ്റ് മുഹമ്മദ്. ലക്ഷ്മൺ സാമ്പാട്ട് AD 1119. ലക്ഷ്മസേന ഓഫ് ബംഗാൾ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ഏൻഷ്യന്റ് മിഡീവൽ ഇറാസ്. ബുദ്ധ സാമ്പാട്ട് 544 BC. മഹാവീര സാമ്പാട്ട് 528 BC. വിക്രം സാമ്പാട്ട് 57 BC. ചന്ദ്രഗുപ്ത. ശക സാമ്പാട്ട് AD 78. വിക്രമാദിത്യ. ഗുപ്ത സാമ്പാട്ട് AD 319. ചന്ദ്രഗുപ്ത ഫസ്റ്റ്. വല്ലഭി സാമ്പാട്ട് AD 319. കാൽച്യൂരി സാമ്പാട്ട് AD 248. ഇസ്വർ സേന. ഹർഷ സാമ്പാട്ട് AD 606. ഹർഷവർദ്ധൻ. ഹിജരാജ് സാമ്പാട്ട് AD 622. പ്രോഫറ്റ് മുഹമ്മദ്. ലക്ഷ്മൺ സാമ്പാട്ട് AD 1190. ലക്ഷ്മസേന ഓഫ് ബംഗാൾ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ബുദ്ധ സാമ്പാട്ട് 544 BC. മഹാവീര സാമ്പാട്ട് 528 BC. വിക്രം സാമ്പാട്ട് 57 BC. ചന്ദ്രഗുപ്ത. ശക സാമ്പാട്ട് AD 78. വിക്രമാദിത്യ. ഗുപ്ത സാമ്പാട്ട് AD 319. ചന്ദ്രഗുപ്ത. വല്ലഭി സാമ്പാട്ട് AD 390. കാൽച്യൂരി സാമ്പാട്ട് AD 248. ഇസ്വാർ സേന. ഹർഷ സാമ്പാട്ട് AD 606. ഹർഷവർദ്ധനൻ. ഹിജാരി രാജ് സാമ്പാട്ട് AD 622. പ്രോഫറ്റ് മുഹമ്മദ്. ലക്ഷ്മൺ സാമ്പാട്ട് AD 1190. ലക്ഷ്മൺ സേന ഓഫ് ബംഗാൾ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ലക്ഷ്മൺ സാമ്പാട്ട് AD 1190. ലക്ഷ്മൺ സേന ഓഫ് ബംഗാൾ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ഇലാഹി സാമ്പാട്ട് AD 1584. സോളാർ കാലണ്ടർ ഓഫ് അക്ബർ. ഇപ്പോൾ ബുദ്ധ സാമ്പാട്ട് 544 BC. മഹാവീര സാമ്പാട്ട് 528 BC. വിക്രം സാമ്പാട്ട് 57 BC. ചന്ദ്രഗുപ്ത. ശക സാമ്പാട്ട് AD 78. വിക്രമാദിത്യ. ഗുപ്ത സാമ്പാട്ട്
AD 390 Chandragupta first, Vallabhi Sambhat AD 390, Kaljuri Sambhat AD 248, Iswar Sena, Harsha Sambhat AD 606, Harshavardhanan, Hijarai Sambhat AD 622, Prophet Muhammad, Lakshman Sambhat AD 1190, Lakshman Sena of Bengal, Ilahi Sambhat AD 1584, Solar Calendar of Akbar, Ilahi Sambhat AD 1584, Solar Calendar of Akbar. ഏൻഷ്യന്റ് മിഡിവൽ റാസ നമ്മൾ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കുന്ന നമ്മൾ അപ്പോൾ ഇത്രയും പറഞ്ഞ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ടോപ്പിക്സ് ആണ് പറയുന്നത് സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് ദ രജപുട്ട് കിങ്ഡംസ്, പിന്നെ ദ സൗത്തൺ ഡയനാസ്റ്റീസ്, ദ ശതവാഹനാസ് 230 BC to AD 225, the Ceylon Kings 1, the Ceylon Kings 2, the Pallavas AD 330 to 796, figure 1.5, the Chalukyas dynasties and Pallavas dynasties. The Chalukyas AD 535 to 1190. ഈ ടോപ്പിക്സിലൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും ഇതിലുള്ള തെറ്റുകൾ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് ദയവേത് ക്ഷമിക്കണം എന്നുള്ള പ്രത്യേകം പറയണം. നമ്മൾ ടോപ്പിക്സുകൾ പറഞ്ഞപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്പോട്ടിൽ തന്നെ പറഞ്ഞു പോയിരുന്നു. പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ദയവേത് മനസ്സിലാക്കുക, സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ ക്ഷമിക്കണം എന്ന് പറയാൻ എനിക്ക് ആവുള്ളൂ. പരമാവധി നമ്മളത് കുറയ്ക്കാൻ ശ്രമിക്കും, അത്ര പറയാനാവുള്ളൂ. പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവേത് ചെക്ക് ചെയ്ത് നോക്കണം, ഒരിക്കലും മറക്കരുത്. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്തായാലും വേണം. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പം സോറി, കറണ്ട് പോയി. അപ്പോൾ നമ്മൾ പറഞ്ഞത് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിനെ കുറിച്ചാണ്. നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ദയവേത് ക്ഷമിക്കണം. റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ടൈമിന് വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ടൈമല്ല, നിങ്ങളുടെ ടൈമിന് വാല്യൂ ഉണ്ട്. അപ്പോൾ അതൊരിക്കലും ആ ടൈം നഷ്ടപ്പെട്ടു പോരുന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം ഈ CSAT എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ടോപ്പിക്സുകൾ തന്നെ അത്യാവശ്യം. ഇപ്പോൾ ബുക്ക് ഞാൻ ഫുള്ളൊക്കെ കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. എനിക്ക് എല്ലാ വീഡിയോയിലും ചിലപ്പോൾ പറയാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ടോട്ടലി എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ പറയുന്നത്. പിന്നെ നമുക്ക് നേരിട്ട് പറയാൻ ടൈമില്ല എന്നുള്ളതും ഒരു വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പറക്കൊന്ന് ദയവേത് മനസ്സിലാക്കുക. റിപ്പീറ്റേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെതായ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് പറയണമെന്നുള്ളൂ. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല എല്ലാവർക്കും, അതെനിക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഞാനത് അറിഞ്ഞ് തന്നെ പറയുന്നതാണ്. എന്തായാലും എൻ്റെ ടൈമിനേക്കാളും കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ ടൈമിന് ഞാൻ നൽകുന്നുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന ടൈം ഒരിക്കലും നമുക്കത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. കാരണം നമുക്ക് വീഡിയോ ഏത് രീതിയിൽ വേണമെങ്കിലും വാച്ച് ചെയ്യാൻ പറ്റും. സെൻറ്ററിൽ നിന്ന് വാച്ച് ചെയ്യാം, ഫസ്റ്റ് പാർട്ട് വാച്ച് ചെയ്യാം, ലാസ്റ്റ് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവരുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിക്ക് അങ്ങ് പറയുന്നത്. അപ്പം എന്തായാലും നമ്മൾ അത്യാവശ്യം നല്ലൊരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത്. കാരണം ബുക്ക് എന്ത് തന്നെയായാലും ഓൾഡാണ് എന്നുള്ളത് തന്നെയാണ് നമുക്കിങ്ങനെ പറയേണ്ടി വരുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇനി വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണത് എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രിയല്ല ചെയ്തേക്കുന്നത്, പകലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് പകൽ സാധനം വീഡിയോ നമ്മൾ അധികം ചെയ്യാറില്ല. ഇന്നൊരു അവസരം കിട്ടിയപ്പോൾ അങ്ങ് ചെയ്തെന്നുള്ളൂ. ഒരു 1.5 മണിക്കൂറിൻ്റെ വീഡിയോ ആണിത് ഏകദേശം വരുന്നത്. എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ രാത്രി എന്തായാലും വീഡിയോ ചെയ്യും എന്തായാലും, അല്ലാതെ നമുക്ക് ടോപ്പിക്സുകൾ കവർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ദയവേത് സഹകരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ. അത് നല്ല എൻ്റർടൈൻമെൻറ്റ് വീഡിയോ നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ എൻ്റെ ബർത്ത്ഡേ
എന്താ പറയുക, റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ ദയവേത് വാച്ച് ചെയ്യണം. പിന്നെ ഒരു എന്താ പറയുക കാര്യം കൂടി നിങ്ങളോട് പറയാണ്. അതൊരു അപേക്ഷ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. തെറ്റായ കമൻസ് ദയവേത് നിങ്ങൾ അയക്കരുത്. ഇപ്പം അയച്ചാലും നമ്മളത് സ്വീകരിക്കും, നിവർത്തിയില്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക, ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ തന്നെ നമ്മളെല്ലാ കാര്യവും പറഞ്ഞു പോകുന്നുണ്ട്. തെറ്റുകളാണെങ്കിലെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ നല്ല കമൻസ് അയച്ചില്ലെങ്കിലും നമ്മൾക്ക് അതിലും ഒന്നും പറയാനില്ല. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണെങ്കിലും ദയവേത് തെറ്റായ കമൻസ് ദയവേത് എന്താ പറയുക സെൻഡ് ചെയ്യുന്നുള്ളൊരു അപേക്ഷ എന്നുള്ള രീതിയിൽ പറയുകയാണ്. കാരണം അതിനെ ചൊല്ലി ഒരുപാട് പേര് രംഗത്ത് വരും. ഒരാളൊരു കമൻറ്റ് അയക്കും, അതിനെ ചൊല്ലി ഒരുപാട് പേര് രംഗത്ത് വരും. നമുക്കത് ഒട്ടും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ആണ് അപേക്ഷ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം എന്തായാലും എന്ത് തന്നെയായാലും നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാണ്. അതിന് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാലും നമ്മളത് ഒഴിവാക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് നടത്തും എന്ത് തന്നെയാലും. അതുകൊണ്ട് പറയുന്നുള്ളൂ. കാരണം ഇപ്പോൾ ഈ യൂട്യൂബിലെ കമൻസിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം കമൻസ് റെസ്പെക്റ്റ്ഫുള്ളായിരിക്കണം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. റെസ്പെക്റ്റ്ഫുൾ ആവണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക, അത്രേ പറയാനുള്ളൂ. എന്തായാലും അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വാക്കുകളൊക്കെ. വീഡിയോസൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ CCTക്ക് വേണ്ടി ഉപകരിക്കും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുകയാണ്. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ ആൻഡ് ഹാവ് എ ബ്രൈറ്റ് ഫ്യൂച്ചർ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.